അവരെ ബഹുമാനിക്കാതിരിക്കുന്ന നിലയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വൈകൃതമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ നിരയിൽ ചിത്രങ്ങൾ വെക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വാസ്തുവിൽ ഇപ്പം ആ മരിച്ച ആളിൻ്റെ സാന്നിധ്യം ഒരു പരിധി വരെ നമ്മളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. സജയൻ സർ, ഈ ചുവരുകളിൽ നമ്മൾ വെക്കുന്ന ചിത്രങ്ങൾ അത് ദേവതകളുടെ ആവാം, അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ആകാം, അല്ലെങ്കിൽ ചിലപ്പം ചില ലാൻഡ്സ്കേപ്സ് സ്ഥലങ്ങളുടെയൊക്കെ വെക്കാറുണ്ട്. ഇതൊക്കെ വാസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണോ? തീർച്ചയായിട്ടും. ഒരു ഗ്രഹം നിർമ്മിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ആ ഗ്രഹത്തിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ മനുഷ്യരെല്ലാവരും. അതുകൊണ്ട് തന്നെ അവർ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്ന പതിവുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഗ്രഹനിർമ്മിതിക്ക് അവർക്ക് സഹായകമായി വർത്തിച്ചത് ഈശ്വരനാണ് സങ്കല്പിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ. ഇപ്പം ഈ വീട് നിർമ്മിക്കാൻ കാരണം എൻ്റെ ഇഷ്ടദേവതയായിരിക്കുന്ന ഗണപതി ഭഗവാനാണ്, അല്ലെ സരസ്വതി ദേവിയാണ്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവാണ് എന്നൊക്കെ സ്വയം വിചാരിക്കുകയും അതിനെ സാർത്ഥകമാക്കാൻ വേണ്ടി അതിൻ്റെ അവരുടെ ആ വിശ്വാസത്തെ ബലപ്പെടുത്താൻ വേണ്ടി വീടുകളിൽ അവർ ചിത്രങ്ങൾ വയ്ക്കും. അതൊരു പ്രദർശന രൂപത്തിലായിരിക്കും അവർ വയ്ക്കുന്നത്. വീടിൻ്റെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന നിലയിലൊക്കെ ആയിരിക്കും ചിത്രങ്ങളൊക്കെ വയ്ക്കുന്നത്. ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഹിന്ദു ഭവനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഗണപതി മുതൽ സുബ്രഹ്മണ്യനെ, ശാസ്താവ്, അങ്ങനെ ഏതെല്ലാം ദേവസങ്കല്പങ്ങളുണ്ടോ അതെല്ലാം ഭിത്തിയിൽ ഇങ്ങനെ നിരത്തി ആണിയടിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇത് പണ്ട് മുതലേ ഉള്ളൊരു സംവിധാനമാണ്. പണ്ട് ചെറിയ വീടായിരുന്നപ്പോൾ പോലും മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ വാസ്തുപരമായിട്ട് ചിന്തിക്കുമ്പോൾ അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മൾ ആരാധിക്കുന്നവരാണ് ഈശ്വരന്മാർ. ആ ഈശ്വരനെ നമ്മൾ ബിംബരൂപത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ ആ ബിംബത്തിനൊരു ചൈതന്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്തിലേക്കാണോ നമ്മുടെ എനർജിയെ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു വികരണം അതിൽ നിന്ന് ഏറ്റുവാങ്ങി ആ ചൈതന്യത്തിലൂടെ നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ നമ്മുടെ വിശ്വാസം ബലപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിംബങ്ങളെ ആരാധിക്കുന്നത് എന്തിനാണ്? ദേവചൈതന്യത്തെ ആരാധിക്കുന്നതിന് തുല്യമായിട്ടാണ് ബിംബാരാധന നമ്മൾ നടത്തുന്നത്. ദേവനെ ആരാധിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭിത്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ നിരകളിൽ ഇത്തരം ചിത്രങ്ങൾ വയ്ക്കുമ്പോൾ ആ ദേവനെ ഒരു ഇകഴ്ത്തലായിട്ടാണ് പലപ്പോഴും ഈ വാസ്തുവിൽ ഞങ്ങൾ കാണുന്നത്. ഒരിക്കലും ഈ ഭിത്തിയിലൊക്കെ വെക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധിയോടുകൂടി ചിലപ്പം ആ വീട്ടിൽ ചിലപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ മാംസാഹാരം മറ്റു സാധനങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ആ ചിത്രത്തിനെ തൊടുന്നതും ഒക്കെ. അപ്പം നമ്മൾ ഇത്രയും ആരാധിക്കുന്ന അതിൻ്റെ ഗൗരവത്തിൽ വേണം അതിനെ സ്ഥാപിക്കാൻ. അതിന് കഴിയുമെങ്കിൽ ഒരു പൂജാമുറി അവർ സജ്ജമാക്കണം. അതിനുള്ളിൽ മാത്രമാണ് ഈ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ചിത്രങ്ങളെ വെച്ച് ആരാധിക്കേണ്ടത്. ദേവചിത്രങ്ങൾ അങ്ങനെ വെക്കാൻ പാടുള്ളൂ. ചെറിയ പൂജ, അതിനാണ് പണ്ട് പുരാതന കാലം മുതൽ എല്ലാവരും പൂജാമുറി സ്ഥാപിക്കുന്നത്. ഈ ചിത്രങ്ങൾ വെച്ചില്ലെങ്കിലും ദോഷമൊന്നുമില്ലല്ലോ. ഒരു വിളക്ക് കത്തിച്ച് ആ വിളക്ക് ദേവചൈതന്യത്തെ ആവാഹിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ആ ദേവചൈതന്യത്തെ മടക്കി വിടാം. അത്തരം സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഉള്ളപ്പോൾ പോലും എല്ലാവരും ചിത്രങ്ങളെ നിരയിലിങ്ങനെ അല്ലെങ്കിൽ ഭിത്തിയിലിങ്ങനെ ചേർത്ത് വയ്ക്കുന്ന കാണാം. അപ്പോൾ അത് ഒരിക്കലും ഒരു ദേവ ആരാധനയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരിക്കും ഒരു അന്ധവിശ്വാസമായിട്ട് വേണം കണക്കാക്കണം. കാര്യം എന്താ കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ദേവചിത്രങ്ങൾ ഭിത്തിയോട് ചേർത്ത് വയ്ക്കാൻ പാടില്ല. അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി വേണം വയ്ക്കാൻ. ഇനി അഥവാ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ, ഇപ്പോൾ ഒരു അഗ്നിമൂലയ്ക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ സംവിധാനം ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ വെച്ച് അവിടെ വിളക്കൊക്കെ തെളിച്ചാലും കുഴപ്പമില്ല. കാര്യം എല്ലാവർക്കും ഒരുപക്ഷെ അവർക്കൊരു പൂജാമുറി സ്ഥാപിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയോ സൗകര്യങ്ങളോ ഒന്നും കാണത്തില്ല. വടക്കേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അവർ ചെറിയൊരു അലമാരിയുടെ താഴ്ഭാഗത്ത് ഒരു ശിവലിംഗമൊക്കെ വെച്ച് ഒരു ആരാധന നടത്തുന്ന കാണാം, എന്നിട്ട് അടച്ചിട്ടിട്ട് പോകുന്നതാണ്. ഇപ്പോൾ പൂജാമുറി പോലെ വിലയ്ക്ക് കിട്ടുന്ന സംവിധാനമുണ്ട്. അതുപോലൊക്കെ വെച്ചിട്ട് നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ നിരയിൽ ചിത്രങ്ങൾ വെക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വാസ്തുവിൽ. അതുപോലെ ഈ മരിച്ചവരുടെ ഫോട്ടോസ് അത് വെക്കുന്നതിൽ എന്തെങ്കിലും, ഈ മരിച്ചവരെ വെക്കുന്നതിൻ്റെ പിന്നിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഓർക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളിത് വെക്കുന്നത്. മരിച്ചവരോടുള്ള നമ്മുടെ അമിതമായിട്ടുള്ള അവരോടുള്ള താല്പര്യം നിലനിർത്താനും എപ്പോഴും കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ചില വീടുകളിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മരിച്ചു കിടക്കുന്ന ചിത്രം തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. കുടുംബക്കാരെല്ലാം കൂടെ ഈ മരിച്ച വ്യക്തിയുടെ അടുക്ക ഇങ്ങനെ നിൽക്കുന്ന പടങ്ങളൊക്കെ തന്നെ വലുതായിട്ട് ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വളരെ കാഴ്ച കുറവാണ്.
അപ്പം നമ്മൾ അവരോടുള്ള ആരാധനയാണ് അല്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ ബഹുമാനമാണ് കാണിക്കുന്നത്. പക്ഷെ അതും ഒരു എതിരായ ഒരു തെറ്റായ ഒരു നിലപാട് തന്നെയാണ്. കാര്യം നമ്മൾ ആൽബങ്ങളിലൊക്കെ അത്തരം ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ വീടിൻ്റെ മുറിയുടെ തെക്ക് ഭാഗം, ഹാളിൻ്റെ തെക്ക് ഭാഗത്തൊക്കെ വെക്കാമെന്ന് പറയുന്നുണ്ട്. ചിത്രങ്ങളൊക്കെ വീടിൻ്റെ തെക്ക് ഭാഗത്തൊക്കെ ആയിട്ട് സ്ഥാപിക്കാം, അങ്ങനെ വെക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അത്തരം ചിത്രങ്ങളും വെക്കുന്നത് അത്ര യുക്തിപരമായിട്ട് പറയുമ്പോൾ അത് ശരിയല്ല. കാര്യം നമ്മൾ അവരെ ആരാധിക്കുന്നത് മനസ്സാലാണ്. പിതൃവിന് നമ്മളെ അവരെക്കുറിച്ച് ഓർക്കുന്നതാണ് ഇഷ്ടം. അല്ല, പലപ്പോഴും അതൊരു സ്മരണ എന്നുള്ള രീതിയിലാണ് അത് സൂക്ഷിക്കാറുള്ളത്. പക്ഷെ അതിനകത്ത് വീട്ടിനുള്ളിൽ വെക്കുമ്പോൾ നമ്മൾ അത് ഒരു ചെറിയ നെഗറ്റീവ് എനർജി ഉണ്ട്. കാര്യം ആ പിതൃ സാന്നിധ്യം നമുക്ക് അവിടെ വെളിവാകും. അപ്പം നമുക്ക് പിതൃ മരണപ്പെട്ടു പോയ ആളാണ്, അല്ലെ മരിച്ച ആളാണല്ലോ പിതൃ എന്ന് പറയുന്നത്. അപ്പോൾ ആ മരിച്ച ആളിൻ്റെ സാന്നിധ്യം ഒരു പരിധി വരെ നമ്മളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം, കുടുംബത്തിലുള്ളവർക്കും ഒക്കെ. അപ്പോൾ അതിൻ്റെ നമ്മൾ പറയത്തില്ലേ, ചില പരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പം വീടുകളിലൊക്കെ ഉണ്ടാകില്ല. അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ട് ചില വീടുകളിലെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകിച്ച് അകാലത്തിൽ മരിച്ചവരുടെയൊക്കെ ചിത്രങ്ങൾ അങ്ങനെ വെക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം ചിത്രങ്ങളെ വീടുകളിൽ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത്. അതുപോലെ ചിത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിൽ ഇപ്പോൾ കുതിരകളുടെ ചിത്രം അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വെച്ച് നമുക്ക് വീട്ടിലേക്ക് ഐശ്വര്യത്തെ ആകർഷിക്കും എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രപ്രകാരം ചൈനീസ് വാസ്തുവിലൊക്കെ അത്തരം സംവിധാനങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മൾ കിഴക്ക് ദിക്കിൽ ശരിക്കും ഈ വനത്തിൻ്റെ ചിത്രങ്ങൾ വനചിത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടികളും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ വെച്ചാൽ നല്ലതാണെന്നും, വടക്ക് ഭാഗത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധനം ധാരാളം വരുമെന്നും ചൈനീസ് ഫെങ്ഷു എന്ന് പറയുന്ന ശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് സൂര്യൻ്റെ ചിത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ലെവൽ കൂടുമെന്നും, അതുപോലെ കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖം ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം ലഭിക്കുമെന്നൊക്കെ ചൈനീസ് വാസ്തുവിൽ കുറേ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ചിത്രങ്ങളല്ലെങ്കിലും എനർജറ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വെക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല ചിത്രങ്ങൾ വെക്കുമ്പോൾ നമ്മളെ മനസ്സിന് കുളിർമയാണ് കിട്ടുന്നത്. പക്ഷേ ഇതെല്ലാം നമുക്ക് ആരാധിക്കുന്നവരെ ആരാധിക്കുക തന്നെ വേണം, ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കുക തന്നെ വേണം. അവരെ ബഹുമാനിക്കാതിരിക്കുന്ന നിലയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വൈകൃതമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരം പ്രകൃതി ദൃശ്യങ്ങളൊന്നും വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ വെക്കുന്നത് നമുക്ക് എനർജി പ്രദാനം ചെയ്യത്തേ ഉള്ളൂ. അത് ഏത് ശാസ്ത്രത്തിലും പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് പ്രാവിൻ്റെയോ അല്ലെങ്കിൽ കുയിലിൻ്റെയോ അത്തരം ജീവിയുടെ ഒന്നും വെക്കുന്നത് ദോഷകരമല്ല, അതെല്ലാം നമുക്ക് ഗുണകരമായ. എന്തൊക്കെ ചിത്രങ്ങളാണ് ഇതുപോലെ വെക്കാൻ പറ്റില്ലാത്ത ചിത്രങ്ങൾ? അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ കൊള്ളൂല്ലാത്ത ചിത്രങ്ങളുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നിങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെ നമ്മളെങ്ങനെ ആവാഹിക്കുന്നതനുസരിച്ചാണ് അതിൻ്റെ ബലം നമ്മളിലേക്ക് അനുഭവിക്കുന്നത്. കുതിരയുടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ലെവൽ കൂടാം. കാര്യം ആ കുതിര ഇങ്ങനെ കുതിച്ചിരിക്കുന്ന കുതിരയെ കാണുമ്പോൾ നമ്മുടെ മാനസിക ബലം കൂടാം. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന റൂമിനുള്ളിലൊക്കെ വെക്കുമ്പം ഇതുപോലുള്ള എനർജറ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും കാണാറില്ലേ, കുട്ടികൾ ഈ വലിയ ഓട്ടക്കാരുടെയും അതുപോലുള്ള ആർട്ടിസ്റ്റുകളുടെ കലാകാരന്മാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ അവർ പതിച്ചു വെക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അവർക്ക് എനർജി പ്രദാനം ചെയ്യുമെങ്കിൽ അതൊരു തെറ്റല്ല. ശാസ്ത്രം അനുസരിച്ച് അത് തെറ്റല്ല. കാര്യം അവർക്ക് എനർജി കിട്ടുമെങ്കിൽ വാസ്തുശാസ്ത്രം രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നന്മ കിട്ടാൻ വേണ്ടിയാണ്, എല്ലാവർക്കും എനർജി വർദ്ധിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവരെ മാനസികമായി തളർത്താനല്ലല്ലോ. അതെ, നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.